KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് പുതിയ UDF-ന്റെ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ രീതിയിൽ അത് ഉയർത്തിക്കാട്ടിയ ഒന്നായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രാവർത്തികമാവുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെയാണ് അതിനെതിരെ ചില വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതിന് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചില കാര്യങ്ങളും കാരണങ്ങളും എല്ലാം തന്നെ പറയുവാനുണ്ട്. ഇതിപ്പോൾ നമ്മളുള്ളത് ചെങ്ങമനാട് അത്താണി റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിലാണ് ഉള്ളത്. അദ്ദേഹം അതിന്റെ ഉടമസ്ഥന് വ്യത്യസ്തമാർന്ന രീതിയിൽ ഒരു പ്രതിഷേധ പരിപാടി കൂടി ഈ സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയാണ്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം, എന്താണ് പ്രതിഷേധ പരിപാടി എന്ന രീതിയിൽ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ പറയട്ടെ, ഞാന് ഭാരവാഹിയാണെന്നുള്ളതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ബസ് മാത്രം നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റ് സംഘടനയെല്ലാം മാറ്റിയിട്ട് ഞാനെന്ന വ്യക്തി എടുത്ത ഒരു തീരുമാനമാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിക്കോ സർക്കാരിന്റെ തീരുമാനത്തിനോ വനിതകൾക്കുള്ള സൗജന്യത്തിനൊന്നും നമുക്ക് ഒരു വിരോധമില്ല, അതിനെ ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ സ്വകാര്യ മേഖലയിൽ ഇപ്പോ വർഷങ്ങളായിട്ട് സർവീസ് നടത്തുന്ന ഇത്രയധികം ആളുകൾ ഈ മേഖലയിലുണ്ട്, അവരുടെ തൊഴിലാളികൾ കുടുംബങ്ങളുണ്ട്. അവരെ ഒന്നും കൺസിഡർ ചെയ്യാതെ സർക്കാർ എടുത്തു ചാടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടെടുത്തത്. അതിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കാനാണ് ഈ തിങ്കളാഴ്ച ഈ പദ്ധതി നടപ്പാക്കുന്ന അതേ ദിവസം തന്നെ സൗജന്യം പുരുഷന്മാർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് പാക്കേജ് നമ്മൾ രാവിലെ ബസ് 6:30 സ്റ്റാർട്ട് ചെയ്യും. മാഞ്ഞാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 ട്രിപ്പാണ് ആലുവ മാഞ്ഞാലി, 14 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും. അപ്പൊ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുരുഷന്മാർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമുള്ളൂ. നാളെ ഒരു ദിവസം മാത്രം, അവർക്ക് ടിക്കറ്റ് ഇല്ല. അതേസമയം ഈ KSRTCയുടെ ഇടയിൽ ഇന്നലെ വരെ ഈ ബസ്സിൽ യാത്ര ചെയ്ത സ്ത്രീകളുണ്ട്. അവര് ഈ ബസ്സിനെ കൈവിടാതെ അവർ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു മധുരം നൽകി, ലഡു നൽകി അവരെ നമ്മൾ സ്വീകരിക്കും. അതാണ് എന്റെ ഒരു പാക്കേജ്, അതാണ് ഞാനായിട്ട് പ്രഖ്യാപിച്ച ഒരു തീരുമാനം. ഇത് അതോടൊപ്പം വേറെ ആരെങ്കിലും ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ? മറ്റ് ബസ് ഉടമകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് ഇതിന്? ഏറ്റെടുത്തോ എന്നറിയില്ല. കാരണം കുറെ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. അവര് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഈ ചൊവ്വാഴ്ച ഒരു അടിയന്തര യോഗം വിളിച്ചേക്കാണ്. ഇപ്പൊ തിങ്കളാഴ്ച നടപ്പാക്കി കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച എന്ന രീതിയിൽ അവരൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. തന്നെയല്ല, ഈ 19-ാം തീയതി സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകൾ ഈ മേഖലയ്ക്ക് തരുമോ എന്നും അത് ഉറ്റുനോക്കുന്നുണ്ട്. ഇത് ആനുപാതികമായി നമുക്ക് ഇത് സ്വകാര്യ ബസ് വ്യവസായത്തിന് കൂടി എന്തെങ്കിലും ഇളവുകൾ പ്രഖ്യാപിക്കണം. ഇത് വലിയ രീതിയിലൊരു തിരിച്ചടികളൊക്കെ ഉണ്ടാക്കും തീരുമാനം. തീർച്ചയായിട്ടും വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിഭയാനകമായിരിക്കും ഈ സാഹചര്യം. കാരണം ഇത്രയും ബസ്സുകൾ, ഏതാണ്ട് ഒരു 10,000-ഓളം ബസ്സുകൾ ഇപ്പൊ നിലവിൽ വിവിധ റൂട്ടുകളിലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് ഈ 10,000 ബസ്സിനും ബാധിക്കില്ല. ഇപ്പൊ KSRTCയുമായിട്ട് ഇടകലർന്നു പോകുന്ന റൂട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ ഇതിനെ ബാധിക്കുന്നത്. അതിൽ ഞാനൊരു വിക്ടിമാണ്. അതാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു കടുത്ത തീരുമാനം എടുക്കാനുള്ള എന്റെ പിന്നിലുള്ള ചേതോവികാരം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനോടൊന്നും നമുക്ക് എതിരില്ല, ഒരിക്കലും എതിരില്ല. അവരും വേണം ശാക്തീകരിക്കണം, അവരും അഭിവൃദ്ധിപ്പെട്ടു വരണം, അവരുടെ വരുമാനം കൂടണം. പക്ഷെ അതൊരു മറ്റൊരു വിഭാഗത്തിന്റെ അവര് നശിക്കാനായിട്ട് ഇടവരരുത്. ആ ഒരു വേദനയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൂടെ ഉള്ള എന്റെ ഒരു പ്രതിഷേധമായിട്ട് ഞാനിതിനെ സൂചിപ്പിക്കുന്നത്. ഡേവിസ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം പറയുന്നില്ല. കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ രംഗത്ത് തുടരുന്ന അവരാണ്, വ്യവസായികളാണ് ഇതില് ഉള്ളത്. കഷ്ടിച്ച് കടന്നു പോകാമെന്നത് മാത്രമേ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇപ്പോൾ ഉള്ളൂ എന്നാണ് പലരും തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തങ്ങളെ കൂടി ചേർത്ത് നിൽക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നതാണ് പറയുന്നത്. ഇതിന്റെ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വകാര്യ ബസ്സിൽ നാളെ കയറുമ്പോൾ അവർക്ക് മധുരം നൽകുകയും പുരുഷന്മാർക്ക് നാളെ ഒരു ദിവസത്തേക്ക് സൗജന്യ യാത്രയും അനുവദിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.